എന്തൊക്കെയാണ് ബ്രോ? ഫുഡൊക്കെ കഴിച്ചോ? കഴിച്ചു കഴിച്ചു. അടിപൊളി. പിന്നെ സുഖല്ലേ? എങ്ങനെയുണ്ട്? മഴയൊക്കെ എങ്ങനെയുണ്ട് നാട്ടിലെ? മഴയൊക്കെ ഇപ്പൊ തോന്നിക്കുന്നു ഇന്ന്. എവിടെ ബ്രോ? പ്രോപ്പർ എവിടെയായിരുന്നു? സ്ഥലം എവിടെയായിരുന്നു? കൊല്ലത്താണ്, കൊല്ലം. കൊല്ലം അല്ലേ? ഓക്കെ ഓക്കെ. ഉം. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു ബ്രോ TMC പഠിച്ചിട്ട് എക്സ്പീരിയൻസ്? കുഴപ്പമില്ല. ട്രേഡൊക്കെ എടുത്തു നോക്കുന്നുണ്ട്. ഓക്കെ. എങ്ങനെയുണ്ട് ഉം. ഫീഡ്ബാക്ക്? എങ്ങനെയുണ്ട് ട്രേഡിന്റെ ഫീഡ്ബാക്ക് ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. നല്ലത് നല്ലത്. ഓക്കെ. ഉം. TMC സ്ട്രാറ്റജി വർക്കിംഗ് ആണോ? വർക്കിംഗ് ആയി തുടങ്ങിയോ? എങ്ങനെയാണ് ബ്രോനെ എങ്ങനെ ഫീൽ ചെയ്യുന്നത്? എനിക്ക് വർക്കായി തുടങ്ങിയിട്ടുണ്ട്. ചിലതൊക്കെ ഫീൽഡ് ആവുന്നുണ്ട് ചില ഓക്കെ ടൈമിൽ. ഓക്കെ. ഓൾ ടുഗദർ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ബ്രോ വരുന്നത് ചെയ്യുന്ന സമയത്ത്? പ്രോഫിറ്റ് ആണ്. പിന്നെ ബ്രോ ബിഗിനർ ആണോ അല്ല ഇതിന് മുന്നേ ഏതെങ്കിലും കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞാൻ SMC ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. ഉണ്ടായിരുന്നല്ലേ? ഓക്കെ ഓക്കെ. ആ. അതിലെന്താ ഡിഫറൻസ് ബ്രോ നമ്മുടെ കോഴ്സിലേക്ക് ബ്രോന് ഫീൽ ചെയ്തത്? ജസ്റ്റ് ഒന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാ. അതിന്റെ അകത്താണെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു ബാക്കപ്പ് എങ്കിലും ഉണ്ടല്ലോ. നമ്മൾ ഫെയിൽഡ് ആയി കഴിഞ്ഞാൽ തിരിച്ചൊരു ട്രേഡ് എടുക്കാനൊരു ഇതുണ്ടല്ലോ. മറ്റേത് TMCയില്. അങ്ങനില്ല. TMC മറ്റേ നമ്മൾ ആ ട്രെൻഡിൽ തന്നെ നോക്കത്തല്ലേ ഉള്ളൂ. അപ്പൊ വീണ്ടും വീണ്ടും ലോസിൽ പോത്തേ ഉള്ളൂ. ആ കോഴ്സിലും ഈ കോഴ്സിലും തമ്മിൽ കോമൺ ആയിട്ട് എന്തെങ്കിലും ഡിഫറൻസ് മീൻസ് നമ്മുടെ സപ്പോർട്ടിങ്ങിലോ അല്ലെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന കാര്യങ്ങളിലോ അല്ലെങ്കിൽ കോഴ്സ് കടിച്ചാ പൊട്ടാത്ത കോഴ്സ് ആയിട്ട് തോന്നിയിട്ടുണ്ട് എന്തായിരുന്നു ബ്രോ? അങ്ങനൊന്നുമില്ല. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ലൈവ് ക്ലാസ് ആയിരുന്നു. അതിൽ ഓക്കെ ലൈവായിട്ട് ഉള്ള ക്ലാസ് ആയിരുന്നു. ഓക്കെ. അപ്പൊ പിന്നെ പിന്നെ അതിന്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാസ് ഒരു മണിക്കൂറേ കാണും. അപ്പൊ ഷോർട്ട് വീഡിയോസ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ടു തീർക്കാം. നമ്മുടെ ടൈം കൺവീനിയൻസിനനുസരിച്ച് കാണാനും ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? കാണാൻ പറ്റും. അത് പറയുന്ന പോലെ തന്നെ ട്രൂസൻസിന്റെ TMC കോഴ്സ് സിമ്പിൾ ആണെന്ന് പറയുന്നത് എല്ലാം തന്നെയായിരുന്നു ബ്രോ. ബ്രോൻ എന്താ തോന്നുന്നത്? സിമ്പിൾ പഠിച്ച് നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് കാണുമ്പോൾ തന്നെ നമുക്കത് സ്റ്റാർട്ട് ഐഡന്റിഫൈ പറയുന്നതൊക്കെ ആവും. കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു. Okay. പിന്നെ അധികം ആൾക്കാർക്കുള്ള ഡൗട്ടാണ് ഈ 5 അവർ സ്ട്രാറ്റജി കൊണ്ട് 5 അവർ കൊണ്ട് സ്ട്രാറ്റജി പഠിപ്പിക്കാൻ വേണ്ടി പറ്റും അതിൽ ഇതെല്ലാം ഉൾക്കൊള്ളിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ 5 മണിക്കൂറത്തെ വീഡിയോ വേർത്തായിരുന്നു അല്ലേ ബ്രോ? ഓർത്തായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഉം. പിന്നെ KCB പണിയെന്നല്ലേ? കരണ്ട് പോയി. ഓക്കെ കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ സൂം മീറ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ? ലൈവ് ക്ലാസ് ട്രേഡിങ്ങും സൈക്കോളജി ക്ലാസ്സും കാര്യങ്ങളൊക്കെ. അത് കൊള്ളായിരുന്നു. നമുക്ക് ഈ ടൈം മാത്രമേ ഉള്ളൂ. ടൈമാണ് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ എനിക്ക് ലൈവ് മീറ്റിംഗ് സൂം മീറ്റ് ബ്രോന് ഇൻഡിവിജ്വൽ ആയിരുന്നല്ലോ, ഒരുപാട് ആൾക്കാർ ചേർത്തിട്ടായിരുന്നോ? 3 പേരോളം ഉണ്ടായിരുന്നു. ഓക്കെ. സിംഗിൾ ക്ലാസ് എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ? സിംഗിൾ ക്ലാസ് കിട്ടിയിട്ടില്ല. ഓക്കെ. ഒരു വട്ടം കിട്ടി. ഫസ്റ്റ് ടൈം കിട്ടിയായിരുന്നു. ഫസ്റ്റത്തെ സിംഗിൾ കിട്ടിയ കാരണം വെച്ചാൽ എല്ലാവർക്കും കിട്ടും ആ. സിംഗിൾ, ഇൻഡിവിജ്വൽ ക്ലാസ് ഉണ്ടാവും. അപ്പൊ അതിൽ ആ. ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു ഇൻഡിവിജ്വൽ ക്ലാസ്സിലെ? പറ്റിയിട്ടുണ്ടായിരുന്നു. ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തു, ഹാപ്പി അല്ലേ? ക്ലിയർ ആയിരുന്നു. അതാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ലൈവ് മാർക്കറ്റ് ഡിസ്കഷൻസ്, എക്സാമ്പിൾ അനാലിസിസ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നോ സൂം മീറ്റില്? സൂം മീറ്റില് ആ ചാർട്ടിലെ എക്സാമ്പിൾസ് കാണിച്ചായിരുന്നു. ഓക്കെ. ലൈവ് മാർക്കറ്റിന്റെ ആ. കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നോ? ലൈവ് മാർക്കറ്റ് നേരത്തെ എടുത്തിരുന്ന ട്രേഡുകൾ കാണിച്ചായിരുന്നു. ഓക്കെ 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 ഓക്കെ. അതുപോലെ തന്നെ ഈ സൂം മീറ്റിംഗ് സെഷൻ എങ്ങനെ യൂസ്ഫുൾ ആയിരുന്നോ ബ്രോനെ? യൂസ്ഫുൾ ആയിരുന്നു. ഓക്കെ ഫൈൻ ഫൈൻ ഫൈൻ. അതുപോലെ തന്നെ ബ്രോൻ ഇപ്പം കോൺഫിഡൻസ് ലെവൽ എങ്ങനെ? കോൺഫിഡന്റ് ആണോ ഫോറക്സിൽ കളിക്കാൻ വേണ്ടിയിട്ട്? ഫോറക്സ് കളിക്കാനായി കോൺഫിഡൻസ് ആണ്. കുറച്ചുകൂടെ ഒന്ന് ഇതാവണുണ്ട്. ഒന്നുകൂടെ ചാർട്ടിന് പ്രാക്ടീസ് ചെയ്ത് ടൈം. പ്രിപ്പയർ ആകാനുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം ചോദിച്ചോട്ടെ? നമുക്ക് ഈ ഫണ്ടഡ് അക്കൗണ്ട് ഒക്കെ എടുത്തിട്ട് ലോസില് ഡ്രോ ഡൗൺ അടിക്കാൻ പോകുന്ന പോലെയൊക്കെ ചില ആൾക്കാരുടെ അക്കൗണ്ട് ഉണ്ടാവും. ബ്രോന് തിരിച്ച് റിക്കവർ ആക്കാനുള്ള കോൺഫിഡൻസ് ഇപ്പം വന്നിട്ടുണ്ടോ? റിക്കവർ ആക്കാനുള്ള കോൺഫിഡൻസ് നോക്കണം. നോക്കാം. അല്ല, ആ കോൺഫിഡൻസ് ഉണ്ടോന്ന് ചോദിച്ചത്. ചെയ്ത് നമുക്ക് ഉണ്ട് നോക്കാം. ഉണ്ട് ഉണ്ട്. അതാണ് ഉണ്ട് ഉണ്ട്. ചോദിച്ചത്. നമുക്ക് ആ ഒരു ധൈര്യം ഉം. കിട്ടും. ഒരു അറിവ് കിട്ടുമ്പോൾ ഒരു മനുഷ്യന് ധൈര്യം എന്ന് പറയുന്ന സാധനം വരും. അത് നിങ്ങൾക്ക് ഉണ്ടോ? കാരണം ഉം. വെച്ചാൽ നമുക്ക് കിട്ടുന്ന അറിവ് സത്യസന്ധമാണ്, കറക്റ്റ് വേലാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാല് ഉള്ളിന്റെ ഉള്ളിൽ നമുക്കൊരു താക്കത്ത് വരും, ധൈര്യം വരും. അപ്പൊ ഉം. അതുണ്ടോന്ന് ഞാൻ ഉം. ചോദിച്ചത്. ഉണ്ട് ഉണ്ട്.
തീർച്ചയായും ട്രൂ സെൻസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്? എന്തെങ്കിലും സജഷൻസ്? കാരണം നമ്മൾ എന്താന്ന് അനുഭവിച്ചറിഞ്ഞ ആൾക്കാരാണ് നിങ്ങൾ. അപ്പൊ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം, എന്തെങ്കിലും അപ്ഡേഷൻസ് വരുത്തിയാൽ കൊള്ളാം, എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ ബ്രോ? അത് ഈ ചാർട്ടിൽ കൂടുതൽ എക്സാമ്പിൾസ് നമ്മളെ കാണിക്കായിരുന്നെങ്കിൽ നമുക്കത് ഏത് ഞാൻ ടൈമിലാണ് ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ബ്രോ. ചാർട്ടിൽ കുറച്ചും കൂടി എക്സാമ്പിൾസ് കരുതിയിട്ടുണ്ടെങ്കിൽ അല്ലേ? നമുക്കത് നോക്കായിരുന്നു. ഓക്കെ. ഞാൻ നോട്ട് ചെയ്തു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യങ്ങളായാലും നമുക്ക് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ മാനിച്ചാൽ മാത്രമല്ല നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. സോ നമ്മൾ നമ്മുടേതായ രീതിയിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് പുറമേ നിന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങളും നമുക്കറിയണം. പുറമേ നിന്ന് മീൻസ് നമ്മുടെ ഫാമിലിയിൽ എൻ്റർ ചെയ്ത ആൾക്കാരുടെ അഭിപ്രായങ്ങൾ മാത്രം അല്ലെ? വെറുതെ പുറത്തുള്ള ആൾക്കാരുടെ അഭിപ്രായം കേട്ടിട്ട് നമുക്ക് കാര്യമില്ലല്ലോ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ബ്രോ, പുതിയതായിട്ട് TMCനെ നോക്കി ഒരു കോഴ്സിലേക്ക് ആൾക്കാർ വരുന്ന സമയത്ത് പല സംശയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും വരിക. ഇത് നടപടിയാവോ, എനിക്ക് പഠിക്കാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ബ്രോന്റെ ഒരു വേർഡ്സ് അവരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? വേറെ കോഴ്സ് ഒക്കെ എടുത്തിട്ട് വരുന്നതാണെങ്കിൽ ഇതിന്റെ അകത്ത് കുറെ വേർഡ്സ് ഒക്കെ ഉണ്ടായിട്ട് അതിലൊരു കൺഫ്യൂഷൻ വരും. അതിൽ ഓക്കെ. ചെയ്ത ടൈപ്പ് ആയിരിക്കത്തില്ല ഇതിൽ വരുന്നത്. ഫ്രഷ് ആയിട്ടുള്ളവർക്ക് സുഖമായിട്ട് പെട്ടെന്ന് എടുത്തു പോകാൻ പറ്റും. ബിഗിനേഴ്സിന് ട്രൂ സെൻസ് പഠിക്കാൻ വേണ്ടി പറ്റുമോ? ട്രൂ സെൻസിന്റെ TMC പറ്റും സ്ട്രാറ്റജി പഠിക്കാൻ വേണ്ടി പറ്റുമോ? ഈസി ആണോ ബ്രോ? പറ്റും ബിഗിനേഴ്സിന് പറ്റും. ഓക്കെ. ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. ഈസി ആയിട്ട് പറ്റും. അതെ. വെച്ചാല് ഞാനും എല്ലാ ഈ ഒരുപാട് കോഴ്സ് ചെയ്തവരുടെ അടുത്ത് പേഴ്സണലി ഞാൻ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾ ഒരു ബിഗിനർ ആയിട്ട് മാറണം. എന്നുവെച്ചാ എനിക്കിതൊക്കെ അറിയാം എന്നുള്ളൊരു കൺസെപ്റ്റ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആയി കറണ്ട് വന്നു. ഓക്കെ. അപ്പോ ബിഗിനർ ആയിട്ട് വന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്താണ് കുറച്ചും കൂടി ഈസി ആയിട്ട് സാധനം ക്യാച്ചപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സത്യമല്ലേ ബ്രോന്റെ എക്സ്പീരിയൻസിൽ? നമ്മുടെ മൈൻഡ് അതെ. ആൾട്ട് കൺട്രോൾ ഡിലീറ്റ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് വെക്കുക. എന്നിട്ട് എന്താക്കുക, നമ്മൾ പുതിയതായിട്ട് കേട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കത് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ പറഞ്ഞ കറക്റ്റ് ആണോ ബ്രോ? കറക്റ്റ്. തീർച്ചയായും. അതുപോലെ അഖിൽ ബ്രോന്റെ എക്സ്പീരിയൻസില് ട്രൂ സെൻസിന് 10 ഔട്ട് ഓഫ് എത്ര മാർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും? നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും? 10 ഔട്ട് ഓഫ് 10 തന്നെ കൊടുക്കും. താങ്ക് യു. അത് എന്തൊക്കെ പാരാമീറ്റേഴ്സിലാണെന്ന് ബ്രോനൊന്ന് പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് ബ്രോ ട്രൂ സെൻസ് ചൂസ് ചെയ്തത്? എന്താണ് ബ്രോന് ഒരു സ്പെഷ്യാലിറ്റി ഇപ്പൊ ഫീൽ ചെയ്യുന്നത്? നമ്മുടെ അടുത്തൊരു വാക്ക് പറയാൻ വേണ്ടിട്ട്. അതായത് അതിന്റെ വിന്നിങ് തന്നെയാണ്, റിസൾട്ട് ഉണ്ടായതുകൊണ്ടാണ്. ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു ബ്രോ. സോ കട്ട സപ്പോർട്ട് ബ്രോ, എല്ലാരും കൂടെ തന്നെ ഉണ്ട്. ഓക്കെ മാൻ. താങ്ക് യു സോ മച്ച്. കാരണം നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ടായിരുന്നു. പിന്നെ സജഷൻസ് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിട്ട് ആ ഒരു സെഷൻ മാത്രമേ ഉള്ളൂ. സോ കീപ് മൂവിങ് ഓൺ. എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്. ഓക്കെ മാൻ. പ്ലീസ്. ഓക്കെ. ശരി.